പെർഫ്യൂമറിയിൽ പ്രൊജക്ഷൻ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ടേം ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന 4 ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പരിചയപ്പെടാം. അതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് പറയട്ടെ, ISOE സൂപ്പർ IFF. IFF എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫ്ലേവേഴ്സസ് ആൻഡ് ഫ്രാഗ്രൻസസ് എന്ന് പറയുന്ന ഹൗസാണ് ഈ ഒരു ISOE സൂപ്പർ എന്ന് പറയുന്ന അരോമ കെമിക്കൽ കണ്ടുപിടിച്ചത്. ഇത് 1970 ഇവർ കണ്ടുപിടിക്കുന്നത്. ഈ അരോമ കെമിക്കലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വളരെ ഒരു വുഡി, നല്ലൊരു ക്ലീൻ വുഡി ഫീലാണ് ഈ ഒരു പെർഫ്യൂം തരാം. അതുപോലെ തന്നെ ആംബറി ഫീലും കൂടി നൽകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അരോമ കെമിക്കൽസ് ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നോട്ട്സ് ആയിട്ടുള്ള ബെർഗമോണ്ട്, ലെമൺ ഗ്രാസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതോടൊപ്പം കുറച്ച് ജാസ്മിനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല രീതിയിൽ ഇത് എയറിലേക്ക് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു അരോമ കെമിക്കൽ സാധിക്കും. അതുപോലെ തന്നെ ഇവൻ്റെ സ്വന്തം പ്രത്യേകത ഒരു ആംബർ എഫക്റ്റ് തരും, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇവൻ നിലനിർത്തുകയും ചെയ്യും. സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് പറയാനുള്ളത് എംബ്രോക്സൻ. എംബ്രോക്സൻ നമുക്ക് പൊതുവേ അറിയുന്ന ഒരു കോമൺ ടേം ആണ്. ഇന്ന് നമ്മൾ ഒരുപാട് പെർഫ്യൂം മിക്സുകളിൽ ഇന്ന് ഈ എംബ്രോക്സൻ ആഡ് ചെയ്യുന്നുണ്ട് പെർഫ്യൂമിനെ കുറിച്ച് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുക ഫ്രഷ് ഫ്രാഗ്രൻസുകളിൽ എഫക്റ്റീവ് ആവാറുണ്ട് ഈ എംബ്രോക്സൻ. ഈ എംബ്രോക്സൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഓഷ്യാനിക്, വളരെ ഒരു ക്ലാസിക് ഓഷ്യൻ, അതുപോലെ തന്നെ കുറച്ച് ആംബറി, സ്ലൈറ്റ്ലി മസ്കി ആയിട്ട് നല്ലൊരു റിച്ച്നെസ്സും ഡെപ്തും കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു എംബ്രോക്സൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ്. ലാബനം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലാബനത്തിൻ്റെ ഒരു ആംബറി, ഒരു റിച്ച്നെസ്, അതുപോലെ തന്നെ പെർഫ്യൂമുകൾക്ക് കുറച്ചൊരു ലെതറി ടോണും സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയലാണ്. പിന്നെ പറയാനുള്ളതാണ് ഗലാക്സിലൈഡ്. എന്താണ് ഗലാക്സിലൈഡ്? ഇതൊരു മസ്കാണ്, ഇന്നത്തെ മോഡേൺ പെർഫ്യൂമറിയിൽ യൂസ് ചെയ്യുന്ന മസ്കാണ്. ഇതൊരു പോളിസൈക്ലിക് മസ്കാണ്, അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ മസ്ക് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ട ഭയങ്കര തിക്കായിട്ട് വരുന്നത്. പെർഫ്യൂംസിൻ്റെ ഒരു ക്രിയേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഗലാക്സിലൈഡ് മറ്റുള്ള അരോമ കെമിക്കൽസിൻ്റെ ഇവാപ്പറേഷൻ, അതിൻ്റെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു അളവിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂമിൽ ആഡ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ്, ഇപ്പം നമ്മൾ പെർഫ്യൂം ബാർ കാണാറുണ്ട്, പെർഫ്യൂം കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാറുണ്ട്, ഫിക്സേറ്റീവ്സ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയലാണ്, എന്ത് ഫിക്സേറ്റീവ്സ് ആണ് യൂസ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പെർഫ്യൂമറിൽ ഇന്റർനാഷണൽ ഫ്രാഗ്രൻസ് അസോസിയേഷൻ, അതായത് IFRA എന്ന് പറയും, ഇത് കാറ്റഗറി 4, അതായത് ഫൈൻ പെർഫ്യൂമറി, ഈ പെർഫ്യൂം കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറിയാണ് കാറ്റഗറി 4. ഈ കാറ്റഗറി 4 51st അമാൻഡ് പ്രകാരം ഗലാക്സിലൈഡ്, അതായത് പോളിസൈക്ലിക് മസ്കിലെ ഗലാക്സിലൈഡ് 14% കൂടി കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ISOE സൂപ്പർ ഒരിക്കലും 20% കൂടുതൽ പോകാൻ പാടില്ല. ചില ഫ്രാഗ്രൻസ് നമുക്ക് ഒരു ലിമിറ്റും ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ എംബ്രോക്സൻ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എത്ര വേണമെങ്കിലും ഡൈലൂഷൻ യൂസ് ചെയ്യാം. പക്ഷേ മറ്റുള്ള ഫ്രാഗ്രൻസ് അങ്ങനെയല്ല. ISOE സൂപ്പറോ അല്ലെങ്കിൽ ഈ പറയുന്ന പോളിസൈക്ലിക് മസ്കുകളോ, മസ്ക് ടോണലൈഡ് ആണെങ്കിലും മസ്ക് ഗലാക്സിലൈഡ് ആണെങ്കിലും അതിന് പെർസെൻറ്റേജ് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.